ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. കൊതുക് പ്രവേശിക്കാണ്ടിരിക്കാൻ പലരുടെ വീട്ടിലും മോസ്കിറ്റോ നെറ്റ് അടിച്ച് സേഫ് ആക്കിയിട്ടുണ്ടാവും. എന്നാലും അവിടെ ഇവിടെ ഒന്നോ രണ്ടെണ്ണത്തിനൊക്കെ കാണാറുണ്ട് അല്ലേ? പിന്നെ കൊതുകല്ലേ, ഏതൊരു ചെറിയ പഴുതി കൂടെയും കിടക്കും. അപ്പം നമ്മൾ പരമാവധി ശ്രദ്ധിക്കുക. റൂമുകളിലൊക്കെ ഉണ്ടാവാറുണ്ട്. എങ്ങനെയൊക്കെ ശ്രദ്ധിച്ചാൽ ഒന്നോ രണ്ടോ കൊതുകുകൾ ശുദ്ധവായു വേണ്ട പോലെ ബാത്റൂമിലും ഇത് അത്യാവശ്യമാണ്. റൂമിലും ഹാളിലും ഒക്കെ അടിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല, ഇവിടെയും കൂടി അടിച്ചാലേ കൊതുക് വരാണ്ടിരിക്കുള്ളൂ. കൊതുക് വരാനുള്ള ചാൻസും കുറയും. മോസ്കിറ്റോ നെറ്റ് അടിച്ചാൽ നമുക്ക് ധൈര്യമായിട്ട് തുറന്നിടാം, ഫ്രഷ് എയറും കിട്ടും. ഇനിയിപ്പോൾ കയ്യിലില്ലെങ്കിലും ഒട്ടുമിക്ക ഷോപ്സിലൊക്കെ ഈ ഐറ്റംസ് അവൈലബിൾ ആണ്. ഈ മെറ്റീരിയൽസ് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. സ്റ്റിച്ചിങ് ബേസിക്കായിട്ട് അറിയണ ആർക്കും ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ. ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് അടിക്കാൻ അറിഞ്ഞാൽ മതി. നമുക്ക് ആ നെറ്റ് അടിച്ചുണ്ടാക്കാം. 4 സൈഡിലും അടിച്ചുണ്ടാക്കണം. അതുപോലെ വേറെ ഹാർഡായ സർഫസ് ഉണ്ടല്ലോ, ഹാർഡായ ടേപ്പ് നമ്മൾ ജനലിൻ്റെ കട്ട്ലേമ വെച്ച് അടിക്കണം. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ആരുടെയും ഹെൽപ്പില്ലാണ്ട് നമുക്ക് തന്നെ ചെയ്യാവുന്ന കാര്യമാണിത്. മുന്നേ അടിച്ച് വെച്ചതിൻ്റെ ബാക്കി നെറ്റും ടേപ്പും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് സുഖമായിട്ട് ചെയ്യാം. പിന്നെ ഇതുപോലെ കുറച്ച് ആണികളും ചുറ്റികയും. ഇതിനായിട്ട് 2 തരം ടേപ്പ് വേണം, ഒന്ന് ഹാർഡായിട്ടുള്ളതും ഒന്ന് സോഫ്റ്റ് ആയിട്ടുള്ളതും. പിന്നെ കത്രിക, മെഷറിംഗ് ടേപ്പ്, നെറ്റ്. ഇത് കണ്ടോ, ഇതൊരു റോള് പോലെയാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മുറിച്ചെടുക്കണം അളന്നിട്ട്. നിങ്ങൾക്ക് കിട്ടണ അളവിനെക്കാട്ടിയും 1/2 ഇഞ്ച് കൂട്ടണം നീളവും വീതിയും. എന്നിട്ട് വേണം ആ ബ്ലാക്ക് ടേപ്പും നെറ്റും മുറിക്കാനായിട്ട്. ഇനി നമുക്കതിൻ്റെ മെഷർമെൻ്റ് എടുക്കണം. നീളവും വീതിയും അളക്കണം. എനിക്ക് വീതി 16ഉം നീളം 20ആണ് കിട്ടിയിരുന്നത്. ഇനി നീളം ഒന്ന് അളന്നെടുക്കണം, കറക്റ്റായിട്ട് അളന്നെടുക്കണം കേട്ടോ. ഇനി ആ ടേപ്പിൽ നിന്ന് നീളവും വീതിയും അളന്നിട്ട് 4 പീസുകൾ മുറിച്ചെടുക്കുക. അപ്പോൾ ഈ നെറ്റാണ് നമ്മൾ യൂസ് ചെയ്യണത്. നെറ്റ് വാങ്ങിക്കുമ്പോൾ നല്ല ഇഴടുപ്പുള്ള നെറ്റ് നോക്കി മേടിക്കുക, നല്ല ക്വാളിറ്റി ഉള്ളത് നോക്കി മേടിക്കുക. 2 തരം ടേപ്പ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ. സോഫ്റ്റ് ആയിട്ടുള്ള ടേപ്പാണ് നമ്മൾ ഈ നെറ്റുമ്മൽ അടിച്ചിട്ട് വെക്കാൻ പോണത്. അതുപോലെ ഹാർഡായിട്ടുള്ള ടേപ്പാണ് നമ്മൾ ജനലയുടെ കട്ട്ലേമൽ ആണി അടിച്ച് വെക്കാൻ പോണത്. അപ്പോൾ 4 പീസ് സോഫ്റ്റിൽ നിന്നും 4 പീസ് ഹാർഡായിട്ടുള്ളതിൽ നിന്നും വെട്ടിയെടുക്കണം, നീളവും വീതിയും നോക്കിയിട്ട്. മനസ്സിലായില്ലേ? സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഓരോ എൻഡ് എത്തുമ്പോൾ അടുത്ത പീസും കൂടെ കൂട്ടി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്താൽ അത് ഇത്തിരി ഫേമായിട്ടിരിക്കും, നല്ല സ്ട്രോങ് ആയിട്ടിരിക്കും. അതുപോലെ 2 അറ്റങ്ങളിലും സ്റ്റിച്ച് അടിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ജനലുമെന്ന് നമുക്ക് കുറ്റിയൊക്കെ ഇടേണ്ടി വരുമ്പോൾ നമ്മളിത് തുറക്കൂലേ, അപ്പോൾ അത് തുറന്ന് സ്റ്റിച്ച് വിടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 2 സൈഡിലും സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ സ്ട്രോങ് ആയിട്ടിരുന്നോളൂ. ആദ്യം നന്നായിട്ടൊന്ന് സ്റ്റിച്ച് കൊടുക്കണം. എന്നിട്ട് ആ ബ്ലാക്ക് ടേപ്പിൻ്റെ 2 അറ്റത്ത് കൂടിയും സ്റ്റിച്ച് ചെയ്യണം കേട്ടോ, നീളത്തിലും വീതിയിലും. ഇനി ഇതുപോലെ എല്ലാ അറ്റത്തും പീസുകൾ വെച്ച് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങും. നെക്സ്റ്റ് സ്റ്റെപ്പ് ആണിയടിക്കലാണ്. ആ റഫായിട്ടുള്ള ടേപ്പ് വെച്ചിട്ട് 3 വരിക്ക 4 വരിക്ക ആണി അടിക്കുക. അതിന് മുന്നേ 4 സൈഡിലും ഫെവി ബോണ്ട് വെച്ചിട്ട് ആ ടേപ്പ് ഒന്ന് ഒട്ടിച്ചിട്ട് ആണി അടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അടിക്കാൻ പറ്റും. അപ്പോൾ ഏതാണ്ട് അവസാനിക്കാറായി. ഇനി അറ്റങ്ങളൊക്കെ നന്നായി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സ്റ്റിച്ചിങ് കഴിഞ്ഞു. 4 സൈഡിലും നല്ല വൃത്തിയായിട്ട് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആണിയൊക്കെ അടിച്ചു കഴിഞ്ഞു. പരമാവധി ഗ്യാപ്പില്ലാണ്ട് അടിക്കാൻ നോക്കുക. പിന്നെ ചില സ്ഥലത്ത് ആണി ഉള്ളിലേക്ക് കയറി പോകാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും. ചില ആണി പഴയതായതുകൊണ്ടായിരിക്കും. അപ്പോൾ അവിടെ ചുറ്റിയെ കൊണ്ടൊന്ന് വളച്ച് വെച്ചാൽ മതി. എല്ലാ സൈഡിലും ഇതുപോലെ അടിച്ചു കൊടുക്കുക. ഞാൻ പറഞ്ഞില്ലേ, ഫേവി ബോണ്ട് വെച്ച് ഒട്ടിച്ചിട്ടാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു പെർഫെക്ഷൻ കിട്ടും. നമ്മളൊന്ന് ചെരിച്ച് കൊടുക്കേണ്ടി വരും. ഇതുപോലെ ജസ്റ്റ് ഒന്ന് വളച്ച് വെച്ച് കൊടുക്കേണ്ടി വരും. കുഴപ്പമില്ല, അതവിടെ ഇരുന്നോളും, ടൈറ്റിൽ ഇരുന്നോളും.
ഇത് കണ്ടോ, ഇത് റൂമിൻ്റെ ജനലുമ്മൽ അടിച്ചേർക്കണതാണ്. ചില ഭാഗത്ത് ആണി നന്നായിട്ട് ഉള്ളിലേക്ക് പോയിട്ടുണ്ടാവും. ചില സ്ഥലത്ത് തുറന്നു കിടക്കുന്ന വെന്റിലേഷനിൽ കൂടി കൊതുക് വരാനുള്ള സാധ്യത നല്ലോണം ഉണ്ട്. നെറ്റ് അടിക്കണമെന്ന് വിചാരിച്ചിരിക്കണവർ അപ്പോൾ വേഗം തന്നെ ഇത് ചെയ്യാൻ നോക്കുക. ഞാനിവിടെ കാണിച്ചു തന്നത് ഒരു സിമ്പിൾ മോഡലാണ്. മോസ്കിറ്റോ നെറ്റ് അടിക്കുന്നത് പല രീതിയിലും അടിക്കാം, പല വെറൈറ്റി മെറ്റീരിയൽ കൊണ്ടും അടിക്കാം. ഈ ഒരു ട്യൂട്ടോറിയൽ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കട്ടെ. ഇനി വേറൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.